സ്വപ്നങ്ങളുടെ പുറകെ നടക്കണം. പരിഹാസങ്ങളിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളണം. വിയർപ്പൊഴുകി അധ്വാനിക്കണം. തളർത്തുന്നവരുടെ മുന്നിൽ പുഞ്ചിരിയോടെ തല ഉയർത്തി നടക്കണം. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മകളിലുണ്ടാവും. എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ ഒരിക്കലും ആരുടെ ഓർമ്മകളിലും ഉണ്ടാവില്ല. യോഗ്യതയില്ലാത്ത ഒരാളോട് രഹസ്യം പറയുക എന്നത് ഭാരമുള്ള പാത്രത്തിൽ ജലം നിറയ്ക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്വയം നന്നാവാനായി ശ്രമിക്കുന്നവരെക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല. അറിവൊരു കൃഷിയിടമാണ്. നിങ്ങൾ നിലമൊരുക്കി വിത്ത് വിതച്ചില്ലെങ്കിൽ വിളവെടുക്കാൻ സാധിക്കില്ല. സ്വന്തം ദുഃഖത്തിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിനും കിട്ടില്ല. നമ്മൾ അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ മറ്റൊരാൾക്കും മനസ്സിലാവില്ല എന്ന ചിന്തയിൽ നിന്നാണ് മൗനം പിറവിയെടുക്കുന്നത്. നിങ്ങൾ ആരുടെയെങ്കിലും ഹൃദയം വേദനിപ്പിച്ചു, എന്നിട്ടും അവർ പഴയ പോലെ ആവേശത്തോടും ബഹുമാനത്തോടും കൂടി തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, തീർച്ചയായും അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. അതിനായുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്നുമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ പ്രവർത്തിക്കുക. വാക്കുകളിൽ നമ്മൾ എത്ര കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും പ്രവൃത്തി നമ്മെ ഒറ്റുകൊടുക്കും. ജീവിതത്തിൽ ഓരോ ചുവടും സൂക്ഷിച്ചു വേണം മുന്നോട്ട് വെക്കാൻ. ആര് എപ്പോൾ പിറകിൽ നിന്ന് തള്ളിയിടും എന്നറിയാൻ സാധിക്കില്ല. ചിലപ്പോൾ നാം ഏറെ വിശ്വസിക്കുന്നവർ ആയിരിക്കും മുൻപന്തിയിലുണ്ടാവുക. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സ്ത്രീകൾ കൂടുതൽ നിഷ്കളങ്കരാണ് എന്ന് പറയപ്പെടുന്നു.